ക്രിസ്തു സുവിശേഷമാകുവാൻ വിളിക്കപ്പെട്ട ഏവർക്കും യേശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുസഭ മാതാവ് ഇന്ന് നമുക്ക് നൽകുന്ന വചനധ്യാനം മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 29 മുതൽ 39 വരെയുള്ള വാക്യങ്ങളാണ്. കർത്താവ് ശിമയോൻ്റെയും അന്ത്രയോസിൻ്റെയും ഭവനത്തിലേക്ക് ചെല്ലുകയും അവിടെ ശിമയോൻ്റെ അമ്മായിയമ്മയെ സൗഖ്യപ്പെടുത്തുകയും ജനങ്ങൾക്ക് സൗഖ്യം നൽകുകയും പിശാച് ബാധിതരെ സുഖപ്പെടുത്തുകയും ശേഷം കർത്താവ് അടുത്ത പട്ടണത്തിലേക്കുള്ള യാത്രയിലേക്ക് നടന്നു തുടങ്ങുകയും ചെയ്യുന്നതാണ് സുവിശേഷം. 4 ചിന്തകളാണ് ധ്യാനം. 1. മിശിഹാ ദൗത്യത്തിലുള്ള ക്രിസ്തുവിൻ്റെ സാധാരണത്വം. 2. മിശിഹാ ദൗത്യത്തിലുള്ള ക്രിസ്തുവിൻ്റെ സമ്പൂർണ്ണ നൽകൽ. 3. മിശിഹാ ദൗത്യത്തിലുള്ള ക്രിസ്തുവിൻ്റെ പ്രാർത്ഥനാനുഭവവും. 4. മിശിഹാ ദൗത്യത്തിലുള്ള ക്രിസ്തുവിൻ്റെ തിടുക്കവുമാണ്. 1. മിശിഹാ ദൗത്യത്തിലുള്ള ക്രിസ്തുവിൻ്റെ സാധാരണത്വം. ക്രിസ്തു ശിമയോൻ്റെയും അന്ത്രയോസിൻ്റെയും ഭവനം സന്ദർശിക്കുന്നു. പനി പിടിച്ച് കിടപ്പായിരുന്ന ശിമയോൻ്റെ അമ്മായിയമ്മയെ കൈക്ക് പിടിച്ച് യേശു എഴുന്നേൽപ്പിക്കുന്നു. കർത്താവ് ചെയ്ത 3 പ്രവൃത്തികൾ: കർത്താവ് അവളുടെ അടുത്തു ചെന്നു, 2 കൈക്ക് പിടിച്ചു, 3 എഴുന്നേൽപ്പിച്ചു. സൗഖ്യത്തിൻ്റെ 3 പടികൾ നമ്മുടെയും സൗഖ്യത്തിനായുള്ള പ്രാർത്ഥനയിലും ആഗ്രഹത്തിലും നാം ക്രിസ്തുവിൽ നിന്നും അഭിലഷിക്കേണ്ട കാര്യങ്ങളാണ്. അടുത്തു വരിക, കൈക്ക് പിടിക്കുക, എഴുന്നേൽപ്പിക്കുക. 2. മിശിഹാ ദൗത്യത്തിലുള്ള ക്രിസ്തുവിൻ്റെ സമ്പൂർണ്ണ നൽകൽ. യേശുനാഥൻ നിസ്വാർത്ഥതയോടുള്ള സമർപ്പണ ശുശ്രൂഷയാണ് ചെയ്യുന്നത്. 1. ജനം സാബത്ത് കഴിഞ്ഞ ആ സന്ധ്യയിൽ തന്നെ ക്രിസ്തുവിനെ അന്വേഷിച്ച് അവൻ്റെ അടുക്കിലേക്ക് ഓടിയെത്തുന്നു. 2. ക്രിസ്തു അവർക്ക് സ്വയം തന്നെ ലഭ്യമാക്കുന്നു. 3. ക്രിസ്തുവുമായി ആത്മീയ മൂല്യമുള്ള നിമിഷങ്ങളിലൂടെ അവർ കടന്നു പോകുന്നു. അവിടെ അവർക്ക് സൗഖ്യം ലഭിക്കുകയും ചെയ്യുന്നു. 3. മിശിഹാ ദൗത്യത്തിലുള്ള ക്രിസ്തുവിൻ്റെ പ്രാർത്ഥനാനുഭവം. ക്രിസ്തുവിൻ്റെ പ്രാർത്ഥനാനുഭവം പിതാവായ ദൈവവുമായി ക്രിസ്തു ബന്ധപ്പെട്ട് ഇരിക്കുന്നതിലൂടെയാണ്. ക്രിസ്തു പിതാവുമായി എപ്പോഴും ഐക്യപ്പെട്ടിരിക്കുന്നത് പോലെ നാമും ക്രിസ്തുവിലൂടെ പിതാവുമായി ഐക്യപ്പെട്ടിരിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ്. അതാണ് പ്രാർത്ഥനയുടെ അർത്ഥം. ജീവിതത്തിൻ്റെ ദൗത്യത്തിരക്കിലും ജനക്കൂട്ടത്തിൻ്റെ അത്യാവശ്യങ്ങളുടെ നടുവിലും ക്രിസ്തു കണ്ടെത്തിയ ശക്തി വിജനതയിലെ പ്രാർത്ഥനയായിരുന്നു. നമ്മൾ എവിടെ നിന്നുമാണ് ജീവിത സന്ധികളിൽ ഊർജം സമ്പാദിക്കുന്നത്? 4. മിശിഹാ ദൗത്യത്തിലുള്ള ക്രിസ്തുവിൻ്റെ തിടുക്കം. ക്രിസ്തു ആകെ സഞ്ചരിച്ചതിൻ്റെ എത്ര മടങ്ങ് അധികം നാം ജീവിതത്തിൽ വാഹനങ്ങളിലൂടെയും വിമാനങ്ങളിലൂടെയും സഞ്ചരിച്ചിട്ടുണ്ട്. അവയൊക്കെയും നമ്മുടെ മാത്രം ആവശ്യങ്ങൾക്കായാണ് എന്ന ഒരു പ്രത്യേകതയാണ് അവിടെ ഉള്ളത്. അവിടെ ക്രിസ്തു ജനിക്കുന്നില്ല. ക്രിസ്തു കുറച്ചു മാത്രമേ നമ്മുടെ യാത്രകൾ വെച്ച് നോക്കിയാൽ സഞ്ചരിച്ചിട്ടുള്ളൂ. പക്ഷേ ക്രിസ്തുവിൻ്റെ യാത്രയിലൂടെ ക്രിസ്ത്യാനികൾ ഇന്ന് ലോകം മുഴുവൻ ഉണ്ട്. അതാണ് ക്രിസ്തുവിൻ്റെയും നമ്മുടെയും യാത്രകളുടെ പ്രത്യേകത. നമ്മുടെ യാത്രകളിൽ ക്രിസ്തു ആഗ്രഹം കൂടി ഉണ്ടെങ്കിൽ മാത്രമേ, അതിൽ മറ്റുള്ളവർക്ക് പ്രാധാന്യവും ഉണ്ടെങ്കിൽ മാത്രമേ അതിൽ ക്രിസ്തു അനുഭവം ഉണ്ടാവുകയുള്ളൂ. യേശുവിനെ അവർ വീണ്ടും അന്വേഷിച്ചപ്പോൾ യേശു പറഞ്ഞു, നമുക്ക് അടുത്ത പട്ടണങ്ങളിലേക്ക് പോകാം, അവിടെയും എനിക്ക് പ്രസംഗിക്കേണ്ടി ഇരിക്കുന്നു എന്ന്. നാം ക്രിസ്തുവിന് വേണ്ടി കൂടി ഉള്ളവരാണ്, മറ്റുള്ളവർക്ക് വേണ്ടി കൂടി ഉള്ളവരാണെന്ന ബോധ്യമാണ് സുവിശേഷവൽക്കരണത്തിൻ്റെ ആത്മാവ്. പ്രിയമുള്ളവരെ, നമുക്ക് ക്രിസ്തുവിന് വേണ്ടി കൂടി ഈ ജീവിതം ജീവിക്കേണ്ടതുണ്ട്. ക്രിസ്തു നമുക്ക് വേണ്ടി തന്നെ നൽകിയതുപോലെ അല്പമെങ്കിലും ക്രിസ്തുവിന് വേണ്ടി നമുക്ക് നമ്മെ നൽകുവാനാകണം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. യേശുവേ, നീ ചെയ്യും നന്മകൾക്കായി ഞാൻ എന്തിനീ നൽകേണം തമ്പുരാനേ. യേശുവേ, നീ ചെയ്യും നന്മകൾക്കായി ഞാൻ എന്തിനീ നൽകേണം തമ്പുരാനേ.
ജ്ഞാനിയാം എൻ്റെ ദൈവം എത്ര ശ്രേഷ്ഠൻ, ഞാനറിയാതെൻ്റെ കാര്യം നടത്തിടും. ജ്ഞാനിയാം എൻ്റെ ദൈവം എത്ര ശ്രേഷ്ഠൻ. സമ്പത്തിലാശ്രയം വച്ചിടുന്ന ലോകത്തിൽ നിന്നിതനായി ഞാൻ നിന്നൊരാ വേളയിൽ. സമ്പത്തിലാശ്രയം വച്ചിടുന്ന ലോകത്തിൽ നിന്നിതനായി ഞാൻ നിന്നൊരാ വേളയിൽ. കാതിൽ നീ മന്ത്രിച്ചു കാര്യമില്ലാതേതുമേ, നിന്നെ നടത്തുവാൻ ഞാനുണ്ടു നിൻ കൂടെ. കാതിൽ നീ മന്ത്രിച്ചു കാര്യമില്ലാതേതുമേ, നിന്നെ നടത്തുവാൻ ഞാനുണ്ടു നിൻ കൂടെ. യേശുവേ നീ ചെയ്യും നന്മകൾക്കായി ഞാൻ എന്തിനീ നൽകേണം തമ്പുരാനേ. യേശുവേ നീ ചെയ്യും നന്മകൾക്കായി ഞാൻ എന്തിനീ നൽകേണം തമ്പുരാനേ. തേടി വന്നെന്നെ നിൻ മാറതിൽ ചേർത്തു നീ. കൂരിരുൾ പാതയിൽ ഏകനായി നിന്നപ്പോൾ തേടി വന്നെന്നെ നിൻ മാറതിൽ ചേർത്തു നീ. ആർദ്രമാം നിൻ മുഖം കണ്ടതും എൻ ഭാഗ്യമേ, ആ സ്നേഹമുള്ളിൽ ഞാൻ കാത്തിടും എന്നുമേ. ആർദ്രമാം നിൻ മുഖം കണ്ടതും എൻ ഭാഗ്യമേ, ആ സ്നേഹമുള്ളിൽ ഞാൻ കാത്തിടും എന്നുമേ. യേശുവേ നീ ചെയ്യും നന്മകൾക്കായി ഞാൻ എന്തിനീ നൽകേണം തമ്പുരാനേ. യേശുവേ നീ ചെയ്യും നന്മകൾക്കായി ഞാൻ എന്തിനീ നൽകേണം തമ്പുരാനേ. ഓരോ ദിനത്തിലും ഉള്ളുരുകുമ്പോഴും ഓടി നീ എന്നുമെൻ ചാരയണഞ്ഞിടും. ഞാനറിയാതെൻ്റെ കാര്യം നടത്തിടും. ജ്ഞാനിയാം എൻ്റെ ദൈവം എത്ര ശ്രേഷ്ഠൻ, ഞാനറിയാതെൻ്റെ കാര്യം നടത്തിടും. ജ്ഞാനിയാം എൻ്റെ ദൈവം എത്ര
ശ്രേഷ്ഠൻ